അഭിവന്ദ പിതാവേ, ബഹുമാനപ്പെട്ട വികാരിയച്ച, നവവൈദികനായ വിപിനച്ച, വേദിയിലുള്ള എല്ലാ വിശിഷ്ട വ്യക്തികളെ, ബഹുമാനപ്പെട്ട അച്ഛന്മാരെ, സ്നേഹം നിറഞ്ഞ സിസ്റ്റേഴ്സ്, മാതാപിതാക്കളെ, സഹോദരങ്ങളെ, അനന്ത നന്മയായ ദൈവം അതീവ സ്നേഹത്തോടെ അതിമനോഹരമായി മെനഞ്ഞൊരുക്കി ഇന്ന് പൗരോഹിത്യ പദവിയിലേക്ക് ഉയർത്തപ്പെട്ട ഞങ്ങളുടെ പ്രിയങ്കരനായ നവവൈദികൻ വിപിനച്ചന് ആദ്യമേ തന്നെ ഈ സുന്ദര സുദനത്തിന്റെ സർവ്വവിധ മംഗളഭാവുക ആശംസകളും നേർന്നുകൊള്ളുന്നു. ഒപ്പം സ്വന്തം സുഹൃത്ത ജീവിതത്തിന്റെ പവിത്രതയുടെ ത്യാഗബുദ്ധിയ സ്വന്തം മകനെ കത്ര ശുശ്രൂഷയ്ക്കായി തിരുസഭയ്ക്ക് നൽകിയ വളരെ പ്രധാനമായി ബെൽത്തങ്കടി രൂപതയ്ക്ക് പ്രദാനം ചെയ്ത വിപിനച്ചന്റെ മാതാപിതാക്കൾക്കും ആദരപൂർവം അനുമോദനവും അഭിനന്ദനവും അറിയിക്കുന്നു. പ്രിയപ്പെട്ടവരെ, പൗരോഹിത്യത്തിന്റെ പ്രസക്തി അകാരണമായി ചോദ്യം ചെയ്യപ്പെടുമ്പോഴും അതേറ്റവും ആവശ്യമായി മാറിയിരിക്കുന്ന കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നു പോകുക. ദൈവകാരുണ്യത്തിന്റെ മാനുഷിക മുഖമാണ് പൗരോഹിത്യം. യേശുവിൻ്റെ ഹൃദയത്തിലെ സ്നേഹമാണ് ഓരോ പുരോഹിതനും. ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്ന് പ്രഖ്യാപിച്ച ക്രിസ്തുവിൻ്റെ തുടർച്ചയാണ് ഓരോ പുരോഹിതന്റെയും ജീവിതവും. പൗരോഹിത്യത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് യേശുവിൻ്റെ വിളിയും പൗരോഹിത്യത്തിലുള്ള നിലനിൽപ്പിന് യേശുവിൻ്റെ കൃപയും ആവശ്യമാണെന്ന് ആർക്കും കയറിക്കൂടാൻ സാധിക്കുന്ന ഒരിടമല്ല പൗരോഹിത്യം എന്നുമുള്ള തിരിച്ചറിവ് ലഭിച്ചവരാണ് നാം ഓരോരുത്തരും. ജാതിയുടെയോ മതത്തിൻ്റെയോ മുഖം നോക്കാതെ എല്ലാവരെയും ദൈവത്തിൻ്റെ മക്കളായി കണ്ടുകൊണ്ട് എല്ലാവർക്കും നന്മ ചെയ്ത് കടന്നുപോയ, ദേശത്തിൻ്റെ തന്നെ മുഖച്ഛായ മാറ്റിമറിച്ച അനേക വന്യവൈദികരുടെ ഭൂമിയാണത്. ഇന്നും എത്രയോ ചെറുപ്പക്കാർ ഉന്നത പദവികൾ വേണ്ടെന്ന് വെച്ച് വൈദിക വേലയ്ക്കിറങ്ങുന്ന അവരുടെ നന്മകൾ കൊണ്ട് നിറഞ്ഞ നല്ല ഭൂമിയിലാണ് നാം ജീവിക്കുന്നത്. ക്രിസ്തുവിൻ്റെ കൽപ്പന അനുസരിച്ച് ദേവാലയത്തിൻ്റെ ബലിപീഠത്തിന് മുൻപിൽ നിൽക്കുന്ന വിശ്വാസികൾ ക്രിസ്തു അർപ്പിച്ച ബലിയിൽ പങ്കുപറ്റുമ്പോൾ അതിന് കാർമ്മികത്വം വഹിക്കുവാൻ സ്വന്തം ജീവിതം മാറ്റിവെച്ചവരാണ് ഓരോ വൈദികരും. കുംഭസാരക്കോടിൻ്റെ കൃപയും അനുഗ്രഹവും ഏറ്റുവാങ്ങി സമാധാനത്തോടെ തിരിച്ചു വരുന്ന ഓരോ വിശ്വാസിയും ഒരു വൈദികന്റെ വില അറിഞ്ഞിട്ടുള്ളവരാണ്. പകർച്ചവ്യാധിക്കാർക്കും മരണാസന്നദ്ധർക്കും സ്വന്തം ജീവൻ പോലും പണയം വെച്ച് ഒരു വൈദികൻ നൽകിയിട്ടുള്ള നിസ്വാർത്ഥ സേവനങ്ങൾക്ക് നമുക്ക് എന്താണ് പകരം നൽകാനാകുക? പ്രിയപ്പെട്ടവരെ, ദൈവം കനിഞ്ഞു നൽകിയ വൈദികരെ നമുക്ക് സ്നേഹിക്കാം. ആത്മാർത്ഥമായി അവർക്ക് വേണ്ടി ദൈവസന്നിധിയിലേക്ക് കരങ്ങൾ ഉയർത്താം. ക്രിസ്തുനാഥന്റെ സന്നിധിയിൽ അവരുടെ ജീവിതങ്ങൾക്ക് വലിയ വിലയുണ്ടെന്നും നിയമപുസ്തകവും വിധിവാചകവും കർത്താവിൻ്റെ കരങ്ങളിലാണെന്നും കർത്താവാണ് അവരുടെ ജീവിതങ്ങൾക്ക് വിലയിടുന്നതും എന്നുള്ള സത്യം മനസ്സിലാക്കി അവരെ പഴിക്കാതിരിക്കാം. ഞങ്ങളുടെ ഏവരുടെയും പ്രിയപ്പെട്ട നവവൈദികൻ വിപിനച്ച, വാക്കുകൾ വചനമാകുന്ന അങ്ങയുടെ നാവിനെ, ആശീർവദിക്കാൻ ഉയർത്തുന്ന അങ്ങയുടെ കരങ്ങളെ, നിശബ്ദ പ്രാർത്ഥനയ്ക്കായി ഏകാഗ്രമാകുന്ന അങ്ങയുടെ ഹൃദയത്തെ ദിവ്യകാരുണ്യനാഥൻ തൻ്റെ കൃപാസമൃദ്ധിയാൽ നിറക്കട്ടെ എന്നും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം എന്നും അങ്ങേക്ക് കൂട്ടായിരിക്കട്ടെ എന്നും ഞങ്ങൾ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഈ ആഘോഷത്തിൽ സാഘോഷം പങ്കുചേർന്ന മാതൃവേദി അംഗങ്ങൾ ഒന്ന് ചേർന്ന് മംഗളമായി മധുരമായി ഒരു മനസ്സോടെ നിറമനമോടെ ഒരിക്കൽ കൂടി ഞങ്ങളുടെ പ്രിയപ്പെട്ട വിപിനച്ചന് ഈ പുണ്യദിനത്തിൻ്റെ എല്ലാവിധ മംഗളഭാവുക ആശംസകളും ഹൃദയം നിറയെ പ്രാർത്ഥനയോടെ അറിയിക്കുന്നു.